പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പോയി പറഞ്ഞില്ല മൂത്താപ്പ ഒന്ന് പറയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ താലിബ് പറഞ്ഞു മോനെ ഇല്ല. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദ് മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബതി ലവജതനി സമഹം ബിദാക മുബീനാ. ആളുകൾ മുഴുവൻ ഞാൻ മരിക്കുന്നതിന് മുമ്പ് മുസ്ലിമായിട്ട് മരിച്ചാൽ ഞാനൊരു ഭീരുവാ കബറിനെ പേടിച്ചിട്ട മുസ്ലിമായതെന്ന് പറയില്ലേ? മിസ്റാത്തിനെ നരകത്തെ പേടിച്ചിട്ട് അബൂ താലിബ് മുസ്ലിമാ എന്ന് പറയില്ലേ? അത് ഇഷ്ടപ്പെടുന്നില്ല മോനെ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം മരിക്കുന്നതിന് മുമ്പ് ചെവിയിൽ പോയിട്ട് പറഞ്ഞെന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ആരും കേൾക്കാറ് എന്റെ ചെവിയിലൊന്ന് മെല്ലെ പറഞ്ഞാ മതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് എന്റെ മുത്താപ്പായ നാളെ നരകത്തിൽ കാണാൻ എനിക്കിഷ്ടമല്ല. നാളെ നരകത്തിന്റെ തീയിൽ കിടന്നിട്ട് ചെറുപ്പകാലത്ത് വിശന്നപ്പനിക്ക് ഭക്ഷണം വാരി തന്ന നിങ്ങൾ നരകത്തിൽ കിടന്ന് കരിയുന്നത് കാണാ ഈ മോന് കരിയില്ല മുത്താപ്പ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആരും കേൾക്കാട് എന്റെ ചെവിയിലൊന്ന് പറയോ. എന്താ പറയേണ്ടത്? 24 അക്ഷരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെവിയിൽ പറഞ്ഞിട്ട് മൂത്താപ്പ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂല് കാത്തിരിക്കുമ്പോഴല്ലേ ജിബ്രീൽ വന്നത്. വേണ്ട നബിയേ വേണ്ട. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അങ്ങേക്കിഷ്ടമുള്ളവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കൽ റബ്ബിന്റെ പണിയല്ല നബിയേ. കേൾക്കണം നിങ്ങൾ. കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, പലിശ മേടിക്കുന്ന, ത്യാഗത്തിലൂടെ കിട്ടിയ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ചെറുപ്പക്കാരാ കേൾക്കണം. അങ്ങേക്കിഷ്ടപ്പെട്ടവർക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവസരം കൊടുക്കൂ. അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെടില്ല നബിയേ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മുസ്ലിമാവാനുള്ള അവസരം കൊടുക്കുമെന്നുള്ള ആയത്തിറങ്ങിയപ്പോ മുസ്ലിമാവാടെ മരിച്ചു പോയില്ല അബൂ താലിബ്. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാ. ഏതാണ് നബിയേ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാ? പരമനുഷ്യന്മാരെ, നിക്കരിക്കാത്ത മുസ്ലിമിനേക്കാൾ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാ? അബൂ താലിബിന്. അപ്പൊ പെണ്ണുങ്ങൾ വിചാരിക്കണ്ട ഇനിയിപ്പോ തട്ടവിടാ നടന്ന ചെറിയ ശിക്ഷയിലെന്ന് നരകത്തിലെ ചെറിയ ശിക്ഷ കേൾക്കണോ? എന്താ ചെറിയ ശിക്ഷ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മല്ലഹു ശിറാനി ശിറാക. നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ നരകത്തിലെത്തുമ്പോ അബൂ താലിബിന്റെ കാലിലേക്ക് അല്ലാഹു ഒരു ചെറിയ ചെരുപ്പിട്ട് കൊടുക്കും. ആ ചെരുപ്പിന്റെ ശിറാനി ശിറാക, നഅലാനി ശിറാക. അല്ലാഹു നാളെ നരകത്തിൽ അബൂ താലിബിന്റെ കാലിൽ ഒരു ചെരുപ്പിട്ട് കൊടുക്കും. ആ ചെരുപ്പിന്റെ വാറ് തീയിലാണ് ഉണ്ടാക്കിയിരിക്കുക. ഒരു തീന്റെ ചെരുപ്പ് കെടുത്തിട്ട് ആ ചെരുപ്പിന്റെ വാറ് തീയാ. ആ ചെരുപ്പങ്ങ് കാലിലേക്ക് കയറ്റിയിടുമ്പോ കാൽപ്പാടത്തിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ചൂട് കാരണത്താൽ അബൂ താലിബിന്റെ കുടൽമാല മുഴുവനെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി. അയാളുടെ തലച്ചോറ് പൊട്ടിച്ചെറിയിട്ട് തല പൊട്ടിച്ചെറിയുണ്ട്. തലച്ചോറ് പതഞ്ഞൊടുക്കി വെളിയിലേക്ക് വരുന്ന കാലിലിട്ട തലച്ചോറിനെ പോലും 100 ഡിഗ്രിയേക്കാൾ വലിയ ഊഷ്മാവിലെ തിളച്ചു കരിക്കുന്ന തീയിന്റെ ചെരുപ്പാണ് അബൂ താലിബിന് കൊടുക്ക. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നരകം എന്ന് പറയുമ്പോ കേട്ടോ, ഏറ്റവും ചെറുത് 2 വാറുള്ള ചെരുപ്പിട്ട് കൊടുക്കും. ഈ ഹദീസ് കേട്ടപ്പോ നിങ്ങൾക്കൊന്ന് മനസ്സിലായി? നിങ്ങൾ എന്ത് പച്ചപ്പൊട്ടന്മാരൊക്കെ ഒന്ന് മനസ്സിലായി?